സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് കൂടി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, സാമൂഹ്യ മാധ്യമവും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട പലപ്പോഴും പല വാർത്തകളും നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രധാന താരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും പിന്മാറുക എന്ന് പറയുന്നത് തന്നെ സമയം, അവരുടെ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷൻ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതും ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്ത് നേപ്പാളിലെ തെരുവ് യുദ്ധം, കാഠ്മണ്ഡുവിലൊക്കെ നമ്മൾ കണ്ട ഒരു രീതി, അത് സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാനാകുമോ സമൂഹത്തിന് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് എന്നൊരു ചർച്ച ആ ഒരു രീതിയിൽ വരെ നമ്മൾ മാറി ചിന്തിച്ചിരുന്നു. ഇപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ കേരളത്തിലേക്ക് പോലും അതിൻ്റെ ഭീഷണി സ്വരങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു. അതിലൊക്കെ ഒരു സാധ്യത വഴിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നടി ഐശ്വര്യ ലക്ഷ്മി സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചു എന്ന ഒരു വാർത്ത വരുന്നത്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? കാരണം സമൂഹത്തിനൊപ്പം മാറണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ മാറുക എന്ന് പറയുന്നത് എന്ത് പാഠമാണ് നമുക്ക് തരുന്നത്? സോഷ്യൽ മീഡിയ രണ്ട് രീതിയിൽ ഉപയോഗിക്കുക. ഒന്ന്, ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായ കാര്യങ്ങൾ സംസാരിച്ച് കൃത്യമായ രീതിയിലുള്ള ആരോഗ്യപരമായുള്ള വിമർശനങ്ങൾ ഉയർത്തി ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ ഇതിനെ വരുമാന മാർഗമായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിഗത അല്ലെങ്കിൽ വിദ്വേഷം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. ഈ രണ്ടാമത്തെ കൂട്ടരാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതും മനുഷ്യരുടെ സംസ്കാരത്തെയും അവന്റെ വ്യക്തിത്വത്തെയും മുറിവേൽപ്പിക്കുന്നതും. ഇതൊരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും പലരും പിൻവലിയെന്നുള്ള വാർത്തകൾ സത്യമാണ്. ഇപ്പൊ തന്നെ റിനി ആൻഡ് ജോർജ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആദ്യമായിട്ട് അയാൾക്കെതിരെ പ്രതികരിച്ച ആ നടി ഇന്ന് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ KPCCക്കും പരാതി നൽകേണ്ട ഒരു ഗതികേടുണ്ടായി. എന്താണ് അദ്ദേഹം അവരുടെ പരാതിയുടെ അടിസ്ഥാനം? കാരണം അവരെ ഈ ഒറ്റ വിഷയത്തിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തി വളരെ മോശമായ രീതിയിൽ തേജോവധം ചെയ്തു, ഹീനമായ രീതിയിലുള്ള തേജോവധം ചെയ്തതെല്ലാം ഈ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നാണ്. അതിലൊക്കെ അതുപോലെ തന്നെയാണ് ഉമാ തോമസ് MLA ഒരു മരണവക്കിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന് അവരെ അമ്മയുടെ സ്ഥാനത്തിൽ ഉമാ തോമസ് MLA, KK രമ MLA, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു പണിക്കർ മുതലായവരെയൊക്കെ കോൺഗ്രസിന്റെ സൈബർ സെല്ലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചതിന്റെ പേരിൽ വളരെ മോശമായി നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് അവരെല്ലാം നേരിടേണ്ട വന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഈ ഒരു പ്രവണത കോൺഗ്രസിനെ പോലെ രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ അണികൾക്ക് നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരക്കാരെ വിലക്കുകയോ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അവരാരും ഇതുവരെ KPCC നേതൃത്വം പോലും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വന്നിരിക്കുന്ന വലിയൊരു അധപതനമാണ് ഇത്തരം സോഷ്യൽ മീഡിയയെ മിസ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ആർക്കെതിരെയും ഒരു ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഉണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ അപമാനിച്ച് അധിക്ഷേപിച്ച് ആത്മഹത്യയിലേക്ക് പോലും തള്ളിക്കളയേണ്ട സാഹചര്യങ്ങൾ ആർക്കും ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു തോന്നിവാസമാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പല യൂട്യൂബർമാരും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി എത്രയോ ആളുകളെ ആത്മഹത്യയിലേക്ക് നയിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഒരു യൂട്യൂബർ, അയാൾ ഒറ്റയൊരുത്തം കാരണം തന്നെ ഡൽഹിയിൽ ഒരു അമ്മയും മകനും ട്രെയിനിനുള്ളിൽ ചാടി ആത്മഹത്യ ഉണ്ടാവുന്നു. നിരവധി ആളുകളെ അത് ആത്മഹത്യയിലേക്ക് നയിച്ചു. എത്രയോ പെൺകുഞ്ഞുങ്ങളുടെ ജീവൻ തീർത്തു, എത്രയോ കുടുംബങ്ങൾ തീർത്തു. പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ തന്റെ ബാങ്ക് അക്കൗണ്ട് വീർത്താൻ വേണ്ടിയിട്ട് വർഗീയതയും വിദ്വേഷ പ്രസംഗപരമായിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ മറ്റൊരു ഏതെങ്കിലും ഒരു നിരപരാധി, എത്രയോ നിരപരാധികളെ ഇക്കോട്ട് ജീവിതത്തിന്റെ തകർന്ന സാഹചര്യത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഇത് നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഇതിനൊരു സെൻസർഷിപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമാണെന്നുള്ളത്. കാരണം സെൻസർഷിപ്പിനേക്കാൾ ഉപരിയായിട്ട് ഇത് സ്വയം നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഇത് ഉപയോഗിക്കുന്നവർ കാണിക്കണം. അത് തനിക്ക് എന്നാൽ സോഷ്യൽ മീഡിയ റീച്ച് എന്നൊരു പേര്, അത് വളരെ വലിയൊരു ഒരു മാനസിക രീതിയിൽ തന്നെ അതിനെ ഓരോ വ്യക്തിയെയും തളർത്തുകയും അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു റീച്ചിന് വേണ്ടി എന്തും പറയാം, ആർക്കെതിരെ എന്തും പറയാം എന്നുള്ളൊരു ലൈസൻസ് ആക്കി മാറ്റുന്ന കുറേയധികം പേജുകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു നടപടി എടുക്കാൻ കൃത്യമായ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ ഇന്ന് നമുക്കില്ലല്ലോ. ഇല്ല, അത് വളരെ അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാടുകളാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. റീച്ച് കൂട്ടി മറ്റുള്ളവരെ അതിനെ അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് വൃത്തികേടുകളും ആർക്കെതിരെയും അല്ലെ ഏത് രീതിയിലുള്ള പ്രവർത്തികൾക്കെതിരെയും ജാതി വിദ്വേഷങ്ങൾ പടർത്തി സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിക്കുക. അതല്ല അവരുടെ ലക്ഷ്യം റീച്ച് കൂട്ടുക എന്നുള്ളതും സാമ്പത്തിക സംവരണം മാത്രമാണ്. പക്ഷെ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പരിഷ്കൃതമായ ഒരു ലോകത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് സാമൂഹ്യവാദങ്ങൾക്ക് നിയന്ത്രണം എടുക്കുക എന്ന് പറഞ്ഞാൽ അചിന്തനീയമാണ്. ഇപ്പൊ നേപ്പാളിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ് ഞാൻ കേട്ടു. നേപ്പാളിൽ അത് നിരോധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജനങ്ങൾ, അവിടുത്തെ ചെറുപ്പക്കാര്, ജൻസി വിഭാഗത്തിൽപ്പെട്ടവർ 19-നും
30 വയസ്സിനിടയ്ക്കുള്ള യുവാക്കൾ അവിടെ ഇറങ്ങി 24 മണിക്കൂർ കൊണ്ട് ഒരു മന്ത്രിസഭ തന്നെ താഴെയിട്ടു. ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ട ഒരു വ്യവസായ മന്ത്രി പരസ്യമായിട്ട് അവിടുത്തെ നടു റോഡിൽ വിട്ട് മർദ്ദിച്ചു. ഒക്കെ സംഭവങ്ങൾ ശരിയാണ്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ സംഭവം സോഷ്യൽ മീഡിയ നിരോധിച്ചുകൊണ്ട് മാത്രമല്ല, കാലങ്ങളായിട്ട് തങ്ങൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ, അരാജകത്വം, പിന്നെ അഴിമതി, ഇതൊക്കെയാണ് അവരെ ഇങ്ങനെ പുറത്തിറക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത്. അവർ സോഷ്യൽ മീഡിയ ഒരു കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ മാത്രമല്ല ഇതിനൊരു കാരണം. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്തും ഇതുപോലുള്ള വിപ്ലവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്ന മത പിന്നെ ശാസ്ത്രങ്ങൾക്കും മതത്തിന്റെ അട്രോസിറ്റികൾക്കും എതിരെ നടന്ന വലിയ ജനമുന്നേറ്റം, അതൊന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന കാലത്തായിരുന്നു. 1940-കൾ 50-കളുടെ ശേഷമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുപോലത്തുള്ള ഈ മതത്തിന്റെ പിന്നെ എന്താ പറയുക അട്രോസിറ്റികളും കൂട്ടക്കൊലപാതകങ്ങൾക്കെതിരെ മതം ഉപേക്ഷിച്ചത് തന്നെ. അതൊന്നും സോഷ്യൽ മീഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ നിരോധിക്കുന്നതുകൊണ്ട് ഇത് ഫലപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു അവകാശ ലംഘനമാണ്. ഓരോ വ്യക്തിയും മാധ്യമപ്രവർത്തകരാകുന്നൊരു കാലഘട്ടമാണിത് സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷെ അത് നമ്മൾ നിയതമായ ഒരു അതിർത്തി വരുമ്പോൾ ലംഘിക്കാതെ കണ്ട് മാന്യമായ രീതിയിൽ ഇപ്പൊ എത്രയോ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. നമുക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വിരലത്തുമ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വേൾഡിനെ കുറിച്ചുള്ളൊരു അവബോധം നമുക്ക് കിട്ടുന്നു. യാത്രകൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരു യാത്രാനുഭവം തന്നെ നൽകുന്നു. അതുപോലെ നമ്മളിൽ നിന്ന് മറന്നുപോയ വിസ്മൃതിയിൽ പോയ ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ, വിജ്ഞാനത്തിന്റെ കലവറയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. അപ്പൊ അതിനെ നമ്മൾ നിരോധിച്ചുകൊണ്ട് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ ഈ ജന്തുക്കൾ അല്ലെങ്കിൽ വിഷജീവികൾ സമൂഹത്തിൽ തലമുത്തും. അതൊരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം നിയന്ത്രിക്കുക, അതിനൊരു അവബോധം ഉണ്ടാക്കുക എന്നത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. അല്ലാത്തവർക്കെതിരെ ഇതുപോലെയുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, കർശനമായ നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുക, അവർക്ക് ജയിൽവാസം ഉറപ്പാക്കുക, അവർക്ക് ജാമ്യ വ്യവസ്ഥകൾ നിഷേധിക്കുക തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് ഒരു പരിധി വരെ, അത് ഒരു പരിധി കൂടുതലൊന്നും നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഭൂമി എന്ന് പറയുന്നത് ഇന്നൊരു ഗ്ലോബൽ വില്ലേജ് ആയി കഴിഞ്ഞു. നമുക്ക് അജ്ഞാതമായ പല സ്ഥലങ്ങളെ കുറിച്ച് പോലും നമ്മുടെ വിരൽത്തുമ്പിൽ റീച്ചബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ നിരോധനമല്ല, സോഷ്യൽ മീഡിയ സ്വയം നിയന്ത്രിച്ച് നല്ല പിന്നെ എന്താ പറയുക നല്ല മോട്ടിവേറ്റ് ചെയ്യുന്നവരായിട്ട്, അല്ലെങ്കിൽ നല്ല മെസ്സേജ് കൊടുക്കുന്നവരായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പലതും നല്ല വിമർശനങ്ങളും വേണം. നിശ്ചയമായിട്ട് വിമർശനം വേണം. കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാര് അങ്ങനെ എല്ലാ തലത്തിലും പെട്ടവർക്കെതിരെയും വിമർശനം അനിവാര്യമാണ്. അതാണ് ഇതിനകത്ത് കരണീയമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ചൂണ്ടുവിരൽ അത് കൃത്യമായി ഉപയോഗിക്കുക എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്ന പൊതു അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.